ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റും നമ്മുടെ നയന എല്ലാ സത്യങ്ങളും അറിയുന്നതാണ്. അപ്പൊ നയന സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ്. ഇത്രയും നാളും അനിയുടെ മനസ്സിലെ രഹസ്യം എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിന്റെ മനസ്സിൽ എന്താണ്, നന്ദു ഇങ്ങനെ തകർന്ന് നടക്കാൻ കാരണം എന്താണെന്നൊക്കെ കുറെ തിരക്കി നടന്നിട്ടും ഒരു ഇതും കിട്ടിയില്ല, ഒരു തുമ്പ് പോലും കിട്ടിയില്ലായിരുന്നു നയനയ്ക്ക്. പക്ഷെ അതിനെല്ലാം ഇന്ന് നയനയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയാണ്. നന്ദുവിന്റെ മനസ്സിൽ ആരാണെന്നും അനിയുടെ മനസ്സിൽ ആരാണെന്നുമുള്ള സത്യം തിരിച്ചറിയുന്നതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, നേരെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ നയനെ അറിഞ്ഞിരിക്കുകയാണ് നന്ദുവിനെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു. നന്ദുവിനെ വീട്ടിൽ എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത്, അങ്ങനെ പൂട്ടിയിടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അച്ഛനോട് അവള് പറഞ്ഞു, ഗോവിന്ദനോട് നയന പറഞ്ഞു, അവള് പ്രായവും പക്വതയും എത്തിയൊരു പെൺകുട്ടിയല്ലേ, അങ്ങനെ പിടിച്ചു പൂട്ടിയിടാൻ പറ്റും ജന്തുക്കളൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ പിടിച്ചു പൂട്ടിയിടുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു എന്ന് മനസ്സിലായല്ലോ ഗോവിന്ദൻ. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, നന്ദു വിളിച്ചു പറഞ്ഞായിരിക്കും നിന്നോട്. നീ ഇനി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ അവളെ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ വിടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഗോവിന്ദൻ പറഞ്ഞു. അപ്പൊ നയന പറഞ്ഞു, അതെന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, സാധാരണ അവള് തല്ലുണ്ടാക്കാൻ പോകുമ്പോഴൊക്കെയാണല്ലോ നമ്മളിങ്ങനെ പിടിച്ച് വീട്ടിൽ വെക്കണത്. അവള് തല്ലുണ്ടാക്കാൻ പോയോ? അവള് തല്ലൊന്നും ഉണ്ടാക്കാൻ പോയില്ല, അതിനേക്കാളും വലിയ പ്രശ്നം അവൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് പ്രശ്നം, അത് എന്നോട് പറഞ്ഞെന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഗോവിന്ദൻ പറഞ്ഞില്ല, ഗോവിന്ദന് പറയാൻ പറ്റില്ല. ഗോവിന്ദൻ പറഞ്ഞു, മോളിപ്പം അവിടെ സമാധാനമായിട്ടിരിക്കും, മോളിപ്പം അവിടുത്തെ കാര്യമാണ് നോക്കേണ്ടത്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു സമാധാനവും ഇല്ല നയനയ്ക്ക്. നയനോ നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. കാര്യം അറിയണമല്ലോ, എന്തിനാണ് ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നതെന്ന് അറിയണമല്ലോ. അതുപോലെ തന്നെ കനകദുർഗ കുറച്ച് കള്ളക്കളികളും ഇടയ്ക്ക് കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി നമ്മുടെ നയനയ്ക്ക്. അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി ഉടനെ തന്നെ ഗോവിന്ദൻ ചോദിച്ചു, മോളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, മോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മോളെ മിക്കവാറും അവള് വിളിച്ചു വരുത്തിയതായിരിക്കും അവളെ തുറന്നു വിടാനാ. അവളെ തുറന്നു വിട്ടോ, അതിനൊരു പ്രശ്നമില്ല, പക്ഷെ അവൾ ഈ വീട്ടിന്റെ പടി ഇറങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോ എന്താ അച്ഛ ഈ പറയുന്നത്, ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അവക്ക് വിവരവും ബോധവും അതുപോലെ തന്നെ പ്രായവും പക്വതയും എത്തിയൊരു പെണ്ണല്ലേ, അവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോകാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അച്ഛൻ എന്നോട് പറയാത്തത് എന്താ? അതിന് കാരണം പറ. അതിന് കാരണം ഉണ്ടെന്ന് മോള് കൂട്ടിക്കോ. മോളുടെ ജീവിതത്തിനും എന്റെ ജീവിതത്തിനും അതുപോലെ തന്നെ കനകയുടെ ജീവിതത്തിനും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ കാരണമുണ്ട്. ആ കാരണം സഹിതം എനിക്കിപ്പം വ്യക്തമാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയാ. പിന്നെ നിന്റെ അനിയത്തിനെ നീ പോയി കാണണമെങ്കിൽ കണ്ടോ, പക്ഷെ മുറി തുറന്നോ, ഈ വീട്ടിൽ നിന്ന് വെളിയിൽ വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കർശനമായിട്ടും ഗോവിന്ദൻ പറഞ്ഞു. അതിന് പിന്നിൽ എന്തോ ഉണ്ടല്ലോ, എനിക്ക് വീണ്ടും ടെൻഷനായി. എന്തോ ഉണ്ട് അത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് ചെന്നു. അങ്ങനെ വാതിൽ തുറന്നു. നന്ദു ഓടി വന്ന് നയനെ കെട്ടിപ്പിടിച്ച് കരച്ചില്ല. എന്തു പറ്റും മോളെ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല ചേച്ചി. അല്ല നിന്നെ അച്ഛൻ പിന്നെ വെറുതെ എന്തിനാ ഇവിടെ പൂട്ടിയിടുന്നത്, അങ്ങനെ വെറുതെ പൂട്ടിയിടേണ്ട കാര്യമില്ലല്ലോ. അല്ല അങ്ങനെ പൂട്ടിയിട്ടാലും നീ ഇതുപോലെ കിടന്ന് സങ്കടപ്പെടുകയൊന്നും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മോൾക്ക് എന്താ പറ്റിയത്, മോളുടെ മനസ്സിൽ എന്താ, മോൾ തുറന്നു പറ. ഈ ചേച്ചിയോട് മോളെല്ലാം തുറന്നു പറയുന്ന അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചി. അല്ല ചേച്ചി എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? പിന്നെ ചേച്ചി ഞാൻ വിളിച്ച ഉടനെ വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അപ്പൊ അതിന്റെ ഒരു ചെറിയ സന്തോഷ കണ്ണീരും ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം, സന്തോഷ കണ്ണുനീരാണോ സങ്കട കണ്ണുനീരാണോ എൻ്റെ അനിയത്തിയുടെ കണ്ണീന്ന് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോള് സത്യം എന്താണെന്ന് വെച്ചാൽ പറയണമെന്ന് പറയുമ്പോൾ, ഒരു സത്യവും ഇല്ല ചേച്ചി, ഒന്നുമില്ല ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഒരു ചായ എടുത്തു തരാമെന്ന് പറഞ്ഞ് നന്ദു നേരെ ചായ ഇടാൻ വേണ്ടി പോയ സമയം കൊണ്ട് നമ്മുടെ നയനെ എന്ത് ചെയ്തു, ഫോൺ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഇങ്ങനെ വിളിച്ചൊരു കോള് നമ്മുടെ നയനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു കോള് സേവ് ചെയ്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ പേരിലാണ്. അപ്പൊ ആ ഒരു പെണ്ണിന്റെ കോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കാണുന്നില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ആ പെണ്ണിന്റെ കോൾ എന്തിനായിരിക്കും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ? അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് കൂട്ടുകാർ വിളിക്കുന്ന കോളാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നയനക്ക് സംശയമായി. ഏതായാലും നയന അതെന്നാ വിളിച്ചിട്ടുള്ളതെന്നൊക്കെ ആ നമ്പറൊക്കെ ആ ഒരു ഡേറ്റ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് നോക്കി വെക്കുകയും അതുപോലെ തന്നെ ആ നമ്പർ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ആ നമ്പർ കുറെ കോളി വന്നിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ കിടക്കുന്നു, അത് അനിയുടെ നമ്പർ. അപ്പൊ നമ്മുടെ നയനയ്ക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ പിടികിട്ടി. ഓഹോ, അപ്പൊ ഇവൾ ഇത്രയും നാൾ അനീനെയാണോ വിളിച്ചുകൊണ്ടിരുന്നത്? അപ്പം ഇനിയിപ്പം അനിയുടെ മനസ്സിലുള്ള പെണ്ണ് ഇവളാണോ എന്ന ആ ഒരു സംശയം ഏകദേശം പൂർത്തീകരിച്ചു. ഏകദേശം മനസ്സിൽ അത് എന്താ പറയുക, നമ്മുടെ നയനെ ഉറപ്പിച്ചു.
ഏതായാലും നയന അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവുകയാണ്. അപ്പം ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം ഗോവിന്ദ് ചോദിച്ചു, മോളെന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നത്? ചായ എടുക്കാൻ വേണ്ടി അവൾ പോയിട്ട് മോളെന്തിനാ പെട്ടെന്ന് പോകുന്നത്? കുറച്ച് കഴിഞ്ഞിട്ട് മോക്ക് പോയാൽ പോരെ? ഹേയ്, എനിക്കിപ്പോൾ പോയേ പറ്റൂ. അത് കൊള്ളാലോ, മോളിപ്പോൾ വന്ന് കയറി ഉടനെ തന്നെ അവളെ കാണണോ, ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളൊരു കാര്യം ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ടാണ് നയന അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും നയനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പോൾ ഇതേ സമയം നന്ദു ചായയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയെ കാണുന്നില്ല. അപ്പം ഗോവിന്ദനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് പോയി, നീ അകത്ത് കയറി പോകാൻ പറഞ്ഞു. അല്ല അച്ഛാ, ചായ എനിക്കൊരു ചായ ഒരു കോപ്പും വേണ്ട, എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണ്ട, നിന്നോട് അകത്ത് കയറി പോകാനാണ് പറഞ്ഞു. നീ വീട്ടിന്റെ വെളിയിലിറങ്ങിയ നിന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് ഞാൻ ഈ വീട്ടിൽ അകത്തിടും, അതെന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നന്ദുവിന് വീണ്ടും വിഷമമായി. നന്ദു അകത്ത് കയറിപ്പോയി. നമ്മുടെ നയന വീണ്ടും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ ചോദിച്ചു, അല്ല മോൾ എന്തിനാ വീട്ടിലേക്ക് പോയത്? എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു, അവിടുന്ന് ഗോവിന്ദേട്ടൻ വിളിച്ചു പറഞ്ഞായിരുന്നു, മോൾ എന്തിനാ പോയത്? ഞാൻ പോയത് എന്തിനാണെന്ന് അത് അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നിങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. ആരും എന്നോടൊന്നും പറയാറുമില്ല. പണ്ടൊക്കെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതെ ഞാൻ അറിയുമായിരുന്നു, എന്നോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാറുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ, ഇപ്പം എല്ലാം മാറിപ്പോയില്ലേ. അതുകൊണ്ട് എന്നോട് ആരും സത്യങ്ങളൊന്നും പറയണ്ട, ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ നയനയ്ക്ക് അങ്ങനെയാണല്ലോ, അല്ലെങ്കിലും പണ്ട് മുതലേ നയനയ്ക്ക് ദുരിതവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. സാരമില്ല, ദുരിതങ്ങൾ നിറഞ്ഞ വഴിയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ആ സത്യം കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കനകദുർഗയ്ക്ക് പേടിയേ, എൻ്റെ ഈശ്വരൻ്റെ മോളെല്ലാ സത്യങ്ങളും അറിയുമോ? ഇനിയിപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ വിഷമം കാണേണ്ടി വരും. പിന്നെ നയനെ നേരിടേണ്ടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. ഏതായാലും ഇതേ സമയം നമ്മുടെ നയന നേരെ അകത്തേക്ക് കയറിയതും നന്ദു അല്ല, അനി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അനിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ അനി അതിന്റെ ഇടയ്ക്ക് ഏടത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, കല്യാണം ഒന്ന് നീട്ടി വെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തിനാണ് കല്യാണം നീട്ടി വെക്കേണ്ടത്? നീ ഇത് ഒഴിച്ചിട്ട് ബാക്കി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു, അതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഈ കല്യാണം നീട്ടിയൊന്നും വെക്കില്ല. പിന്നെ നിന്റെ മനസ്സിൽ എന്താ, നിന്റെ മനസ്സിൽ ഏത് വേണ്ട ഉള്ളത് അത് നീ തുറന്നു പറയാൻ പറഞ്ഞപ്പം അനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അനി അവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ നയനെ ഉറപ്പിച്ചു, ഇത് അത് തന്നെയാ സംഭവം എന്ന് മനസ്സിലായിട്ടോ. പൂർത്തീകരിച്ചു എന്നല്ല, ഉറപ്പിച്ചു. അങ്ങനെ നേരെ നയന റൂമിലേക്ക് പോവുകയാണ്, മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ. അവിടെ ചെന്നിട്ട് മരുന്നൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അനിയനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. എനിക്കിങ്ങനെ വിവാഹത്തിനോട് താല്പര്യം ഇല്ലെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് താല്പര്യം ഇല്ലെങ്കിലും മോളെ ആ വിവാഹം നടക്കുക തന്നെ ചെയ്യണം, കാരണം ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അനിയന് ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹം നിശ്ചയിച്ച ഒരു കുട്ടീനെ ഒരിക്കലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. അവന്റെ കുട്ടികളിക്ക് ഇതല്ലേ, ചിലപ്പോൾ ഇതിനപ്പുറവും പറയും. അവനൊരു ധാരണയുണ്ട്, അവൻ എപ്പോഴും കളിച്ച് നടക്കാന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ഇനി ഏതായാലും അവനെ പൂട്ടേണ്ട സമയമായി. ഇനി പൂട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പൂട്ടേണ്ടത്? അതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ കല്യാണം വേണം. അതും അനാമികനെ പോലെ ഒരു പെണ്ണാകുമ്പം അത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഇതിന് യാതൊരു മാറ്റവുമില്ല, ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യും. ഈ വിവാഹം നടക്കണം, മോളൊരു കാര്യം ചെയ്യുക, അനിയനെ കുറച്ചൊക്കെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കെന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനും നമ്മുടെ നയനയെ പറഞ്ഞ് താഴേക്ക് വിടുകയാണ്. നയനയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ അനിയോട് പറയുന്നുണ്ട് നയന, എടാ നീ യാഥാർത്ഥ്യം നീ മനസ്സിലാക്കുക, നീയാണ് അവളുടെ പുറകെ നടന്ന്, നിനക്കല്ലേ അവളെ ഇഷ്ടമാണെന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു വെച്ച് ഏടത്തി ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൾ വെറും എൻ്റെ ഒരു ആരാധിക മാത്രമായിരുന്നു. ഒരു ആരാധിക ഇങ്ങനെ കുറേ ലെറ്ററൊക്കെ അയച്ചപ്പം അത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷപൂർവ്വമാണ് ഞാൻ അവളുടെ പുറകെ പോയതും അവളെ കണ്ടുപിടിച്ചതും. ഒന്ന് ഓർത്ത് നോക്കിയാൽ മാന്യതയുള്ള ഏത് പെണ്ണുങ്ങളും വീട്ടിൽ കയറി വന്ന് കാണിക്കുന്നതാണോ അനാമിക കാണിച്ചിരിക്കുന്നത്? അനാമിക അവളുടെ വീട്ടിലെ അച്ഛനെ അമ്മ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. സാധാരണ ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ ആദ്യം അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം തലതിരിഞ്ഞല്ലേ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് അനാമികേനെ എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോയി. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, അവിടെ നിന്ന് മുരുകി അങ്ങ് പോവുകയാണ്. തൻ്റെ അനീതി കാരണം ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോവുക? മൊത്തം ചീത്തപ്പേരായിട്ട് കിടക്കുകയാണ്. വലിഞ്ഞു കയറി വന്നവൾ എന്നൊക്കെയാണ് നയനയെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പരിഗണനയും ഇല്ലാതെയാണ് അവിടെ എല്ലാവരും പെരുമാറുന്നത് നയനയോടും നവ്യയോടും. ഇതൊരിക്കലും നമ്മുടെ നന്ദുവിനുണ്ടാകാൻ പാടില്ല എന്ന് ഓർത്തിട്ട് മാത്രമാണ് നമ്മുടെ നയന ഇത് വേണ്ട എന്ന് വെക്കുന്നത് കേട്ടോ. അപ്പം നയന ഇത് വേണ്ട എന്ന് തന്നെയാണ് തറപ്പിച്ച് നിൽക്കുന്നത്. അപ്പം ഈ ഒരു കല്യാണത്തിനോട് സപ്പോർട്ട് ചെയ്യില്ല. നയന ഒരിക്കലും ഈ ഒരു കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുകയേ ഇല്ല.
അങ്ങനെ പക്ഷെ ഈ ഒരു ഉറപ്പിച്ചു വിശ്വസിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള സ്നേഹബന്ധമാണെന്നൊക്കെ ഉറപ്പിച്ചു വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിനൊരു പ്രൂഫ് വേണമല്ലോ. അതിനാണ് കല്യാണിയുടെ കയ്യിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സൈബർ സെല്ലിൽ ആ നമ്പറൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് വന്ന കോളും സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നയന ഇങ്ങനെ കല്യാണിനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും കല്യാണി അതെല്ലാം കൊടുക്കുന്നുണ്ട്. ആ പ്രകാരം നമ്മുടെ നയന സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. കുറച്ചും കൂടെ വ്യക്തത നയനിക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണേ. അപ്പം ഇന്നും കുറച്ച് ലേറ്റ് ആയി പോയി, എന്നും ലേറ്റ് ആയി പോവല്ലേ, എന്നും ഞാൻ ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ വരുന്നത്. എന്ത് ചെയ്യാനാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി പോകുന്നത്. രാവിലെ നമ്മൾ രേവതിയുടെ സച്ചിയുടെയും കഥ ചെയ്ത് കഴിഞ്ഞാലേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കാപ്പി ഉണ്ടാക്കണം, ഭർത്താവിനെ വിടണം, മക്കളെ വിടണം. അപ്പൊ ഇതൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും കുറച്ച് താമസിക്കും. അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്നും ഈ ഒരു സമയത്തായിരിക്കും ഇനി ചെയ്യുക നയനയുടെയും ആദർശിന്റെയും കഥ. അതുപോലെ ഇതിനു മുമ്പ് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ ഇട്ടിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും കഥ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ കഥയും ഒക്കെ കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം തന്നെ ആയിക്കോട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.